ടൈമാണ് ഈ ഓജോ ബോർഡ് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത്. ഹലോ, എൻ്റെ ടോർച്ച് രണ്ടും വർക്കാവുന്നില്ല. രണ്ടും ഓക്കെ. ഹലോ, ഹലോ, ഈ ഡോറ് പിന്നെ അടഞ്ഞ. എന്നാൽ ഡോറ് ഞാൻ അടയ്ക്കുകയാണ്. എന്താ സൗണ്ട് കേട്ട് തുറന്നിട്ടേക്കാം. ഇൻകേസ് എന്തെങ്കിലും ഉണ്ടായാൽ എനിക്ക് ഓടണം. അത് ഞങ്ങൾ തെറ്റിയിരിക്കുന്നു. ഹലോ, ഞാൻ ലൈഫിൽ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഓജോ ബോർഡ് ടെസ്റ്റ് ചെയ്യുന്നത്. ക്യാമറയൊക്കെ ഞാൻ വെച്ചേക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഹലോ, 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 എൻ്റെ മോനെ ഇവിടെ ഓജോട് കളിക്കേണ്ട കാര്യമില്ല തോന്നല്ലോ. ഷിറ്റ്, ഈ ചാനലിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യും, എൻ്റെ കയ്യിൽ പഴയ നമ്മുടെ ഫോണുണ്ട്. കുറച്ച് ലാഗ് ഉണ്ടായിരിക്കും വീഡിയോയിൽ, നിങ്ങളൊന്ന് ക്ഷമിക്കണം. ഞാൻ ആ ഡോർ എന്നെക്കൊണ്ട് പറ്റുന്നതിലൊക്കെ തള്ളി അടച്ചു വെച്ചിട്ടുണ്ട്. ഇത് റെക്കോർഡായിട്ടുണ്ട്, കാണാൻ നടക്കില്ല. റെക്കോർഡാക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ ഫേസ് കാണും. കുഴപ്പമില്ല, ഞാൻ ബ്ലർ ചെയ്തോളാം.
മെഴുതിരിയുണ്ട്. നിങ്ങൾ കണ്ടാൽ അറിയത്തില്ല, ഇത് കെട്ടുപോയി. നിങ്ങൾ കണ്ടാൽ അറിയത്തില്ല, ഇലമാരിയാണ് കേസ്. അവിടെ നമ്മുടെ മറ്റേ ഫോൺ ഇരിപ്പുണ്ട്. സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഈ കൂടുതൽ ഒരു സൗണ്ടിൻ്റെ ഒരു ഇത് വരുന്നത്. ഏതാണ്ട് ഈ റൂമിൽ നല്ല ആക്ടിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ജനലൊക്കെ പോയിരിക്കുകയാണ്. എനിക്ക് കിടന്നുണ്ട്, കാറ്റുണ്ട് കുറേ. ആ ജനൽ ഓപ്പണാണ്. എൻ്റെ മോനെ കാറ്റുണ്ട് കുറേ. ആ ജനൽ ഓപ്പണാണ്. തിരി കെട്ടു. എന്താ സംഭവിക്കുന്നത്? ഞാൻ സത്യം പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. ആരും സംസാരിക്കുന്ന പോലെ ഇനിയും വെക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നുണ്ടോ? ഓൾറെഡി ഒരു സ്പിരിറ്റ് ഉണ്ട്. എൻ്റെ ദൈവമേ, എൻ്റെ നാക്ക് കുഴയുന്നുണ്ട് കേട്ടോ. എൻ്റെ ദൈവമേ, ഡോറ് ഞാൻ ക്ലോസ് ആക്കിയതാണ്, പക്ഷേ ഈ പേപ്പർ എങ്ങനെയാണ് പോയത്? ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഒന്നും കാണാൻ പറ്റുന്നില്ല.
ഒരു കാര്യം ചെയ്യും, ഈ റൂമിൽ ഇത് വെച്ചാലോ. ഹലോ ഹലോ ഒരു കമ്മ്യൂണിറ്റിക്ക് എത്തിയിട്ടിരിക്കട്ടെ. ഈ ജനലിൻ്റെ സൈഡിലായതുകൊണ്ട് കെട്ടാണെന്ന് പറയാൻ പറ്റില്ല. ഞാനാണിത് അവിടെ കൊണ്ടുവെക്കാൻ പോവാണ്. ആ റൂമിൽ എനിക്കൊരു ആക്ടിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാണ് നോക്കട്ടെ. റൂമിൽ ആരും തൂങ്ങി വെച്ച് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റെസ്പോൺസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഫ്ലാറ്റാണുള്ള പ്രതലത്തിലുള്ളത്. വിരൽ അല്ലെങ്കിൽ നമ്മൾ കോയിൻ വെച്ചാൽ മൂവാത്തുള്ളതെന്നാണ് പറയുന്നത്. ഹലോ, നല്ല ബാഡ് ഫീൽ ഉണ്ട് ഗൈസ്. ഞാൻ ആൾ നോക്കട്ടെ. എൻ്റെ ദൈവമേ, സൈലൻ്റ് ആയി കേട്ടോ. ആരെങ്കിലും ഉണ്ടോ? തോളത്ത് തോണ്ടിയതുപോലൊക്കെ ഫീൽ ചെയ്യുന്നു. തൊട്ടടുത്ത് റോഡുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നത്. എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഈ റൂമിൽ ആരും തൂങ്ങി മരിച്ചാണോ എനിക്ക് ഡൗട്ടുണ്ട്. എന്നാ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കയറാണ്. ഈ ഒരു കയറ് നല്ല രീതിയിൽ ഇതുണ്ട്, നല്ല ടൈറ്റുമാണ്. ഞാനെല്ലാം കട്ട് ചെയ്ത് ഊരിക്കൊണ്ട് പോകണം. ഈ തവിടാണെങ്കിൽ സൗണ്ട് കേട്ടോ കേട്ടോ. സ്ഥിരി കേട്ട് ഇവിടെ നിന്ന് സൗണ്ട് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ ഫ്രണ്ടിലോട്ട് എന്താ വീണ് എനിക്കിത് ഇതാന്ന് തോന്നുന്നു കേട്ടോ. കണ്ണാടി തിരി കേട്ടോ. ഞാൻ നോക്കട്ടെ. ആരെങ്കിലും ഉണ്ടോ എൻ്റെ കൂടെ? എന്നാ ചെയ്യും? കണ്ടിന്യൂ ചെയ്യണോ? പക്ഷെ എനിക്ക് ഈ ഒരു സൈഡ് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ഇതെന്തോ സൗണ്ട് കേട്ട്. ഡോറടഞ്ഞ പാമ്പ് പോലെ എന്താ കിടക്കുന്നുണ്ട്.
ഇത് അപ്പുറത്തെ വീട്ടിലവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഒരു വീടുണ്ട്, അവിടുത്തെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തുറക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ കാല് പറ്റുന്നു. എനിക്കൊരു കോള് വരുന്നുണ്ട്. എനിക്കൊരു കോള് വരുന്നുണ്ടല്ലോ, വീട്ടിൽ നിന്നാണ്. കുറേ നേരമായിട്ട് വരുന്നുണ്ട്. ഞാൻ എടുത്തു നോക്കട്ടെ. എനിക്ക് തന്ന കോൾ ഇച്ചിരി സീരിയസ് ആണ്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഈ സിറ്റുവേഷൻ ഞാൻ എന്നാ ചെയ്യുന്നതേനെ. കുറേ നാളായിട്ട് ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ഇവിടെ കയറേണ്ടതാണോ എന്നും അറിയത്തില്ല. ഞാനത് എടുക്കുക. എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് എൻ്റെ ഫോൺ അറിഞ്ഞില്ല. ഈ വള്ളിയൊക്കെ അതിനിടയ്ക്ക് കയറിട്ട് ഇത് സ്റ്റിൽ റെക്കോർഡിങ് ആണ് കേട്ടോ. സ്റ്റിൽ റെക്കോർഡിങ് ആണ്. വലിയ വെട്ടമൊന്നുമില്ല കേട്ടോ ഇതിനകത്ത്. ഞാനാളും പോവാ വയസ്സ്. ഞാനാളും എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ടൈമിൽ ഞാൻ എങ്ങനെ വീഡിയോ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ കൊണ്ടുവന്നൊക്കെ ഞാൻ എടുക്കുക. ഇവിടുത്തെ ആണെന്ന് അറിയത്തില്ല. തീരെ എൻ്റെ രണ്ട് ടോർച്ചും പോയി. ഉണ്ടാകുന്ന പെട്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി തുറക്കണ്ട. ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ താമസിച്ചവർ ഇട്ടിട്ട് പോയതാണ് പറയുന്നത്. ഇന്ന് ഇവിടെ എന്ത് സംഭവം ഉണ്ടായിരുന്നു ഇന്ന് അവിടെ ആർക്കും ഒന്നും അറിയിട്ടില്ല. ഇന്ന് ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഈ ടോർച്ച് പോയി, ടോർച്ചും പോയി. അത് ഇടയ്ക്ക് ബ്ലിങ്കുന്നുണ്ട്, പക്ഷേ പോയി. ഇത് തന്നെ കത്തി. എന്നെ സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല. ഞാനാണല്ലോ പോവാ വയസ്സ്. അതിൻ്റെ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ എനിക്കില്ല. ഇതൊക്കെ എന്തോ പ്രശ്നമുണ്ട്. ഫുള്ള് വീടിനകത്തെല്ലാം കണ്ണാടിയാണ്. അറിയത്തില്ല. ഞാനാണല്ലോ ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഇതിന് സെക്കൻഡ് പാർട്ട് ഉറപ്പായിട്ടും കാണും. ഞാൻ ഇവിടെ എനിക്കിപ്പോൾ ഈ സിറ്റുവേഷൻ എനിക്ക് ഇവിടെ നിന്ന് പോകാതിരിക്കാൻ പറ്റത്തില്ല. ഞാനാളും പോവാണ്. ഇതിൻ്റെ ബാക്കി നമ്മൾ ഒന്നുകൂടി ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഈ മേശപ്പുറത്ത് നമ്മൾ ഒജകോട് കളിക്കും. തിരി ഇവിടെ തന്നെ ഇരുന്നോട്ടെ.
ഇത്തിരി ഇവിടെ തന്നെ ഇരുന്നോട്ടെ. എന്താ ടിക്കറ്റ് അത് വിട്ടിരുന്നോട്ടെ. ഞാനുള്ള വീഡിയോയുടെ ചെന്തിയാണ്. അപ്പുറത്തെ വീട്ടുകാരൊക്കെ കാണും. അതുകൊണ്ട് ഞാനുള്ള ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക. എന്തുകൊണ്ട് വയസ്സ് അതിനുള്ള പോവാ വയസ്സ്. എനിക്ക് ഭയങ്കര അർജൻറ്റ് സിറ്റുവേഷനാണ്. മൈൻഡ് മൊത്തം മാറിപ്പോയി. ഞങ്ങൾ വീഡിയോ എടുത്ത് സ്റ്റോപ്പ് ചെയ്യാം. നമുക്കിത് സെക്കൻഡ് പാർട്ട് കാണുന്നതായിരിക്കും. ഉടനെ ഒന്നും വരും, എപ്പോൾ വരുമെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. എന്നാലും ഞാൻ നിർത്തുകയാണ്. ഈ ഡോർ ഇരുന്ന പോലെ തന്നെ എനിക്ക് അടച്ചിട്ട് വെച്ചിട്ട് പോകണം. നമുക്ക് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.